വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ഈ റഹീം അസ്ലത്തെ അറസ്റ്റ് ചെയ്തത് കേട്ടു. ഇന്ന് രാവിലെ 5 മണിക്ക് തിരൂരിൽ വെച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാണ്. എത്തുമ്പോൾ അവിടെ എത്തി നേരെ താനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇപ്പോൾ താനൂർ ഡിവൈഎസ്പി നേതൃത്വത്തിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രതിനെ. അഥവാ ഈ 2 പെൺകുട്ടികളുടെ കൂടെ ഇവിടുന്ന് ഇടവണ്ണ സ്വദേശിയായിട്ടുള്ള ഈ റഹീം പോയത് എന്തിനെന്നുള്ള ചോദ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. റഹീം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ വീട് വിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് അവരില്ലെങ്കിലും തങ്ങൾ പോകുമെന്ന് നിലപാട് സ്വീകരിച്ചപ്പോൾ പോയി എന്നുള്ളതാണ് ഈ പെൺകുട്ടി ഈ റഹീം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് ആ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റഹീമിനെ താനൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘം താനൂർ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നത്. മാത്രമല്ല റഹീമും മുംബൈയിലേക്ക് പോയതിനു ശേഷം ഈ പെൺകുട്ടികളും റഹീമും 2 ഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെ കാര്യത്തിലാണെന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നാണ് ഇപ്പോൾ റഹീം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ ഇൻസ്റ്റാഗ്രാം വഴി മാത്രമുള്ള ബന്ധത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഈ 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ മുംബൈ വരെ കൊണ്ടുചെന്നാക്കി അവിടെ ഉപേക്ഷിച്ച് തിരിച്ചെങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം. റഹീം ആദ്യം പോലീസിന് കൊടുത്ത മൊഴി തന്നെ വളരെ വിചിത്രമായിരുന്നു. റഹീം ആദ്യം പറഞ്ഞത് നാടുവിടാൻ ഈ കുട്ടികൾ തീരുമാനിച്ചപ്പോൾ ഒരു സുരക്ഷ ഒരുക്കാൻ വേണ്ടി പോയതാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ചു എന്ന കുറ്റം ഒരുപക്ഷെ ഈ റഹീമിന്റെ മൊഴി വരും. ഇനി അതൊരു രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയേണ്ടതിന് പകരം ഒരു അമ്മ എന്ന നിലയിൽ ഇതിലൊരു ദുരൂഹത തോന്നുന്നു. അത് ദുരൂഹതയുണ്ട്. മാത്രമല്ല ഇന്നലെ ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ പോയ സലൂൺ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം എന്ന് ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകുമായിരിക്കും. പക്ഷേ ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ മുംബൈയിലെത്തിയത്, CSTയിലെത്തിയത്, പനവേലിൽ നിന്ന് പോയത്, റഹീം അസ്ലത്തിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇനി തെളിയേണ്ടത്. ഇതിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിന് ഭീഷണിയില്ലാത്ത തിരിച്ചെത്തി എന്നത് ആശ്വാസം. അത് വലിയൊരു ആശ്വാസം. നമ്മൾ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ അവരെ സുരക്ഷിതമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്രയും നേരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്ന കാര്യം റഹീമിനെ ഉപയോഗിച്ച് പെൺകുട്ടികളെ കണ്ടെത്തി എന്നുള്ളതായിരുന്നു പോലീസ് ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജി. പക്ഷേ അപ്പോഴും പോലീസ് പറഞ്ഞത് റഹീമിനെ കൃത്യമായി ഞങ്ങൾ ചോദ്യം ചെയ്യും. കാരണം റഹീം പറയുന്ന മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലപാടാണ് താനൂർ ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ആദ്യം തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് കാര്യം പറയട്ടെ, റഹീം പറഞ്ഞത് സത്യമാണെങ്കിൽ റഹീം ആദ്യം ചെയ്യേണ്ടത് ഈ കുട്ടികൾ നാട് വിടാൻ പോകുന്ന കാര്യം മാതാപിതാക്കളെ അറിയിക്കുക, അല്ലെങ്കിൽ അധ്യാപകരെ അറിയിക്കണം, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിക്കണം. 2 പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് നാട് വിടാൻ പോകുന്നു. അവർക്ക് ഈ നമ്മൾ സാധാരണ പറയില്ല, എട്ടും പൊട്ടും തിരിയാത്തവരെന്ന് പറയുന്നത് പോലെ ഭാഷ അറിയാത്ത, നാടറിയാത്ത മനുഷ്യരാണ് അവർ. അവിടെ പോയിട്ട് ഹിന്ദി പോലും അറിയാത്ത മനുഷ്യരാണ്. ആ കുട്ടികളെ നാട് കടത്താൻ സഹായിച്ചു എന്നതിൽ വലിയ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ആ ദുരൂഹതയുടെ ചുവടഴിക്കും. നമ്മൾ അരീക്കോട് റോഡാണ്, അരീക്കോട് റോഡ്, മഞ്ചേരിയിൽ നിന്ന് അരീക്കോടിലേക്കുള്ള റോഡാണ്. പറയുന്ന ഘട്ടത്തൊന്നും അരീക്കോട് റോഡിലൂടെ പണ്ട് സ്ഥിരമായിട്ടുണ്ട് എന്നുള്ളത്. ആദ്യമായിട്ട് പോകുന്ന വഴിയാണ്. പക്ഷേ ഇത് അരീക്കോട് റോഡാണ് കേട്ടോ, ആദ്യമായിട്ടല്ലേ? അതെ, പക്ഷെ റോഡ് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഈ റോഡ് ചെയ്തിട്ടിരിക്കുന്നത്. പറയൂ, മനോഹരമായ റോഡ്. ഇവിടെ MLA ആരാ? MLAക്ക് വോട്ടല്ല, ഇത് PWD ഫണ്ടാ. പക്ഷെ MLAക്ക് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും MLAക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. ഈ റോഡുകൾ മഞ്ചേരി ഇടവണ്ണ മണ്ഡലങ്ങളെ കടന്നു പോകുന്ന റോഡാണ്. നല്ല റോഡാണ് ഈ ഭാഗത്ത്. PK ബഷീർ MLA യും ലത്തീഫ് MLA 2 MLA ലത്തീഫ് MLA PK ബഷീർ 2 MLA നേതൃത്വത്തിൽ PK ബഷീർ ആ രീതിയിലൊക്കെ മണ്ഡലത്തെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട പരിപാടിയിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പോ എന്നോടും അഷ്കറിനോടും അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം വിദേശത്തായി പോയി.